ഇന്ത്യയുടെ വടക്കേയറ്റം അറിയപ്പെടുന്നത്? ഇന്ദിരാകോൾ. ഇന്ദിരാകോൾ എന്നാണ് ഇന്ത്യയുടെ വടക്കേയറ്റം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്കേയറ്റം അറിയപ്പെടുന്നത് ഇന്ദിര പോയിൻ്റ് എന്നാണ്. ഇന്ദിര പോയിൻ്റ് എന്നാണ് ഇന്ത്യയുടെ തെക്കേയറ്റം അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ദിര പോയിൻ്റ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം കന്യാകുമാരിയാണ്. ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഒറീസ. ഒറീസയാണ് ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഒറീസയിലെ മഹാനദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയിലെ മഹാനദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റുള്ള തുറമുഖം തൂത്തുക്കുടിയാണ്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം നവശേവയാണ്. മുംബൈയിലെ നവശേവ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. വനാഞ്ചൽ, ആദിവാസി ഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്ന ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ഗുൽബർഗ. ഗുൽബർഗയാണ് ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. 1347 മുതൽ 1518 വരെയായിരുന്നു ബാമിനി സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. 1347 മുതൽ 1518 വരെയായിരുന്നു ബാമിനി സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷായാണ് ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷായാണ് ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ. ഫിറോസ് ഷാ ബാമിനിയാണ് ബാമിനി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സുൽത്താൻ. ഫിറോസ് ഷാ ബാമിനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരമുള്ളത് ബീജാപ്പൂരിലാണ്. ബീജാപ്പൂരിലെ ഗോൽ ഗുംബസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരം. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി? നിക്കോളോ കോണ്ടി. നിക്കോളോ കോണ്ടിയാണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി. ഹരിഹരനും ബുക്കനും ചേർന്ന് സ്ഥാപിച്ചതാണ് വിജയനഗര സാമ്രാജ്യം. ഹരിഹരനും ബുക്കനും ചേർന്ന് സ്ഥാപിച്ചതാണ് വിജയനഗര സാമ്രാജ്യം. ഏറ്റവും അറിയപ്പെടുന്ന വിജയനഗര ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ഏറ്റവും അറിയപ്പെടുന്ന വിജയനഗര ഭരണാധികാരി കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായരുടെ മന്ത്രിപരിഷത്ത് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃഷ്ണദേവരായരുടെ മന്ത്രിപരിഷത്ത് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കർണാടകയിലെ ഹംപിയിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. കർണാടകയിലെ ഹംപിയിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. 1292 ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. 1292 ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി മാർക്കോ പോളോയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്തെത്തിയ മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്തെത്തിയ മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. അബ്ദുൾ റസാഖ് കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ്. ഏറ്റവും ഭദ്രമായ തുറമുഖം എന്ന് കോഴിക്കോടിനെ വിശേഷിപ്പിച്ചത് അബ്ദുൾ റസാഖാണ്. ഏറ്റവും ഭദ്രമായ തുറമുഖമെന്ന് കോഴിക്കോടിനെ വിശേഷിപ്പിച്ചത് അബ്ദുൾ റസാഖാണ്. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വച്ച ധീരദേശാഭിമാനി? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി. ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനാണ്.
ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നു ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നു ബാലഗംഗാധര തിലകനാണ്. ദക്ഷിണേന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസന്റാണ്. ആനി ബസന്റാണ് ദക്ഷിണേന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ആനി ബസന്റാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് പത്താൻകാർ. പത്താൻകാരാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. സിഖ് മത സ്ഥാപകൻ ഗുരു നാനാക്കാണ്. ഗുരു നാനാക്കാണ് സിഖ് മത സ്ഥാപകൻ. ആദി ഗ്രന്ഥമാണ് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. ആദി ഗ്രന്ഥമാണ് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം സാന്താൾ കലാപമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം സാന്താൾ കലാപമാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അധിവസിച്ചിരുന്ന ഗിരിവർഗക്കാരാണ് ജാട്ടുകൾ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അധിവസിച്ചിരുന്ന ഗിരിവർഗക്കാരാണ് ജാട്ടുകൾ. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അധിവസിച്ചിരുന്നവരാണ് പത്താൻകാർ. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ. ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നത്. 1929 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭ സമയത്താണ് ഈ സമ്മേളനം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി കോൺവാലിസ്. കോൺവാലിസാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസാണ്. ഏകീകൃത സിവിൽ സർവീസ് നടപ്പിലാക്കിയതും കോൺവാലിസാണ്. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം രചിച്ചത്. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതെടുത്തിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ബംഗാളിലെ സ്കോട്ട് എന്നറിയപ്പെടുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയാണ്. രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ശാന്തിനികേതൻ ആരംഭിച്ചത് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് ശാന്തിനികേതൻ ആരംഭിച്ചത്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രപതി പദവിയിലെത്തിയ ലോകത്തെ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമാണ്. ജനകീയ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായിയാണ്. വിക്രം സാരാഭായിയാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ISROയുടെ ആദ്യത്തെ ചെയർമാനും വിക്രം സാരാഭായിയാണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജഹംഗീർ ഭാവയാണ്. ഹോമി ജഹംഗീർ ഭാവയാണ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ്. ഭൗതികശാസ്ത്രത്തിൽ നോബൽ ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ CV രാമനാണ്. ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ CV രാമനാണ്.
1961 പ്രഥമ ചേരിചേര സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡ്. 1961 പ്രഥമ ചേരിചേര സമ്മേളനം നടന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. യുഗോസ്ലോവിയയിലാണ് ബെൽഗ്രേഡ്. ശീതസമരകാലത്ത് ഇരു ശക്തിക ചേരികളിലും ഉൾപ്പെടാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ചേരിചേര പ്രസ്ഥാനം. ശീതസമരകാലത്തെ ഇരു ശക്തി ചേരികളിലും ഉൾപ്പെടാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ചേരിചേര പ്രസ്ഥാനം. ആദ്യ ചേരിചേര സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗരാജ്യങ്ങളുടെ എണ്ണം 25. ഇന്തോനേഷ്യയിലെ ബന്തുങ്ങിൽ വെച്ച് നടന്ന ബന്തുങ് ഉച്ചകോടിയിലാണ് ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത്. നെഹ്റു, മാർഷൽ ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ എന്നിവരാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ.